മോട്ടറോളയുടെ മോട്ടോ പാഡ് 60 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ മോട്ടോ പാഡ് 60 പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 12.7 ഇഞ്ചിൻ്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ LCD പാനലായിരിക്കും ഇതിൽ വരിക. അമ്മയുടെ ഡിസ്പ്ലേ ഒന്നും വന്നോളണം എന്നില്ല. 30,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ടാബിൻ്റെ വില വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ മോട്ടോ പെൻ പ്രോ സ്റ്റൈലസിൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്റ്റൈലസ് പെന്നൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇപ്പോൾ 30,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് ടാബിളുടെ കാര്യത്തിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും ഈ ടാബിൽ വരിക. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. പക്ഷേ ടാബ് ആയതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 10,200 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നതായിരിക്കും. ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 30,000 രൂപയ്ക്ക് താഴെ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡുമാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ April 15 ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യലായിട്ട് ആ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ലെനോവോ ഐഡിയ ടാബ് പ്രോ എന്നുള്ള ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ആ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. ഈ ഒരു മോട്ടോ പാഡ് 60 പ്രോ എന്നുള്ള ടാബ്ലറ്റ് ആ ഒരു ടാബിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇപ്പം ലെനോവോയുടെ ആ ഒരു ടാബ്ലറ്റ് 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബിൻ്റെ വില ആ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു 27,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നതായിരിക്കും. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ പാഡ് 60 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം 27,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് ആണ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ടാബായിരിക്കും. പിന്നെ ഈ ഒരു ടാബിന് കോമ്പറ്റീഷനായിട്ട് റെഡ്മിയുടെ ടാബ്ലറ്റും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ടുള്ള ലെനോവോ ഐഡിയ ടാബ് പ്രോയും വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.